നമ്മളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ പാവമായി കഴിഞ്ഞാൽ ടോക്സിക് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണത്. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് പറയാനുള്ള കഴിവ്, മുളയിലെ നുള്ളിക്കളയുക. ടോക്സിക്കായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഏത് തരത്തിലാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും ചിന്തിക്കണം. ഒന്നാമത്തേത് അസൂയ വരുമ്പോൾ നമ്മൾ എന്താ ഓർക്കേണ്ടത്? നമ്മൾ അവരിൽ നിന്ന് മികച്ചു നിൽക്കുമ്പോഴാണ് അസൂയ തോന്നുന്നത് മറ്റുള്ളവർക്ക്. നമ്മളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ ഉത്തരവാദിത്തം ഡെലിഗേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. രണ്ട് തരത്തിലാണ്. റിസ്ക് ഇല്ലാതെ ഓപ്പർച്യൂണിറ്റി ഇല്ല. നമസ്കാരം. ഇന്ന് നമുക്ക് അതിഥിയായിട്ട് വന്നിരിക്കുന്നത് പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറും മഹാരാജാസ് കോളേജിൽ നിന്നും വിരമിച്ച പ്രിൻസിപ്പൽ ഡോക്ടർ മേരി മെറ്റിൽഡയാണ്. ഒരുപാട് പേർക്ക് ജീവിതത്തിന് പ്രചോദനവും ആത്മവിശ്വാസം നൽകിയും മാഡം ഇന്ന് നമ്മളോടൊപ്പം വന്നിരിക്കുകയാണ്. മാഡത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. മാഡത്തിൻ്റെ ഏകദേശം ഒരു 100ഓളം വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒട്ടും തന്നെ വിട്ടുകളയാതെ തന്നെ കാണാറുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോസിൽ നിന്നെല്ലാം പ്രചോദനം ഞാൻ ഉൾക്കൊള്ളാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, എല്ലാവരും സംസാരിക്കാൻ ഭയങ്കര മിടുക്കരാണ്. അതായത് ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാനും അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് പറയാനൊക്കെ എല്ലാവർക്കും മിടുക്കാണ്. പക്ഷേ ഉത്തരവാദിത്വങ്ങൾ പറയുമ്പോൾ എല്ലാവരും ഉത്തരവാദിത്വത്തിൽ നിന്നും മാഞ്ഞു പോകുന്ന, മാറിപ്പോകുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് ആ ഒരു ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അത് ധൈര്യത്തോടെ ഏറ്റെടുക്കാനും അതിനുള്ളൊരു ആറ്റിറ്റ്യൂഡ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ള ചില ടിപ്സാണ് മാമിൻ്റെ ഇന്ന് എനിക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ മാനുഷികമായൊരു പ്രശ്നമാണത്. കാരണം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. നമ്മളിപ്പോൾ പലരും പലതും ഏറ്റെടുക്കാത്തതിൻ്റെ കാരണം ഉത്തരവാദിത്വമാണ്. ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഔട്ട് ഓഫ് കംഫർട്ട് സോൺ. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതാണ് സുഖം. അപ്പോൾ ഇത് ബേസിക്കലി നമ്മുടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ബ്രെയിനിനകത്ത് ബ്രെയിൻ ഓൾവേസ് ലുക്സ് ഫോർ ഈസി തിങ്സ്. അതിൻ്റെ സംവിധാനം അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊക്കെ വലിയ സംഭവങ്ങളായി പോയാനേ. ബ്രെയിൻ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ടുള്ളൊരു സിസ്റ്റം അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാനാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് കംഫർട്ട് സോണിൽ നിൽക്കാനാണ്. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം. അപ്പോൾ ചിലർ പറയാറുണ്ട്, ഈ ബ്രെയിനിനെ കുറിച്ച് നമ്മൾ പറയുമല്ലോ, ഇത് വളരെ അത്ഭുതകരമാണ്, നമ്മുടെ പോസിബിലിറ്റിക്ക് ലിമിറ്റില്ല. പക്ഷേ പലപ്പോഴും അതിന് സാധിക്കാത്തതിൻ്റെ കാരണം ഇതാണ്, നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ, ഉത്തരവാദിത്തത്തിന് ഒഴിഞ്ഞു നിൽക്കും. അപ്പോൾ ചിലപ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട്, അത് ദൈവം ചെയ്ത ഒരു ചതിവായി പോയില്ലേ, ഇത്രയും വലിയ സംഭവം നമുക്ക് തന്നിട്ട് അതൊരു ചതിയായിപ്പോയി. നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോൾ പ്രശ്നം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനതിൻ്റെ മറുപടി കണ്ടെത്തി. അപ്പോൾ ദൈവത്തിനെ കുറ്റം പറയാം നമുക്ക്. അങ്ങോർക്ക് അതും കൂടി നാച്ചുറലായിട്ട് ആ ഒരു ടെൻഡൻസി നമുക്ക് തന്നിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു. അതായത് ഒഴിഞ്ഞു മാറുന്നതിന് പകരം എടുക്കാനുള്ള ഒരു നാച്ചുറൽ ഒരു ടെൻഡൻസി അങ്ങനെ മതിയായിരുന്നല്ലോ. കാരണം ബ്രെയിനിനകത്തൊരു ഇൻബിൽറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള രീതിയിലായിരുന്നെങ്കിൽ ജീവിതം എത്ര സിമ്പിളായേനെ. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വെക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവം നീതിമാനായതുകൊണ്ടാണെന്ന് ഞാൻ പറയും. കാരണം അങ്ങനെയുള്ളവനാണ് ഈ ജീവിതം. ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവനാണ് ജീവിതത്തിൽ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകും, നേട്ടങ്ങളുണ്ടാകും. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാവർക്കും ഒരു പ്രശ്നമില്ല, എല്ലാവരും എന്ത് വന്നാലും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, വളരെ മിടുക്കരായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ലോകം എന്ത് ബോറായാണല്ലേ ശരിക്കും. തീർച്ചയായിട്ടും. ചിലപ്പോൾ നമ്മൾ സിനിമയൊക്കെ കാണാൻ പോകുമ്പോഴേ ഒരു സിനിമയെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ സിനിമ കാണാം. അപ്പോൾ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും പ്രണയബദ്ധരാകുന്നു, ഒരു എതിർപ്പുമില്ല ആർക്കും, അവർ കല്യാണം കഴിക്കുന്നു, ഒരു കുഴപ്പമില്ല, ജീവിതം ഇങ്ങനെ അനർഗളമായിട്ട് പോവാണ്. നമ്മൾ ഇൻ്റർവെല്ലാകുമ്പോൾ പോരൂല്ലേ, ഇതെന്ത് സിനിമ. അതുപോലെ തന്നെയാണ് ട്വിസ്റ്റുകൾ വേണം. ട്വിസ്റ്റുകൾ വേണം. അതുതന്നെയാണ് മനുഷ്യ ജീവിതം. ആ ചലഞ്ചസ് ഉണ്ടാവണം. അതാണ് നമ്മുടെ ജീവിതം ത്രില്ലിംഗ് ആക്കി മാറ്റുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ കാര്യം സംഭവിച്ചുകൊണ്ടിരുന്നാൽ അതിൽ നിന്നൊരു ത്രില്ലില്ല. നമുക്ക് ആ ഒരു അച്ചീവ്മെന്റ് മോട്ടിവേഷനോ ഒന്നും ഉണ്ടാവില്ല. ശ്രമിക്കണം. അപ്പോൾ ഈ റിസ്ക് ഏറ്റെടുക്കാൻ ആളുകൾ മടി കാണിക്കുമ്പോൾ എങ്ങനെ അവരതിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കണം. നമ്മളെങ്ങനെയാണ്? ഈ മാതൃകയാണ് ഏറ്റവും വലിയ പ്രേരണ. ഇപ്പം നമ്മൾ ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ സാറ് HOD ആയിരിക്കും, HOD ആണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആയിരുന്നു അങ്ങനെയുള്ള സ്ഥാനത്തെത്തുമ്പോൾ ഇനിയും പല സ്ഥാനങ്ങളിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ നമുക്ക് വരുന്നൊരു കൺസേൺ ആണ് ബാക്കിയുള്ളവരെ ഒരു
ജോലി ഏൽപ്പിക്കുമ്പോൾ അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം, മനുഷ്യരങ്ങനെയാണ്. അപ്പം നമ്മളൊരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ആ റിസ്ക് ഏറ്റെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, അതിനാണ് ജോലികൾ ഡെലിഗേറ്റ് ചെയ്യുക. അപ്പോൾ ഡെലിഗേഷൻ പ്രോപ്പറായിട്ട് നടത്തുക എന്നുള്ളത് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനെപ്പോഴും പറയുന്നത്, നമുക്ക് ടാസ്കേ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഉത്തരവാദിത്തം നമുക്കാണ്. നമ്മളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു ജോലി ഉത്തരവാദിത്തം മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോൾ ടാസ്ക് മാത്രമേ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ, ഉത്തരവാദിത്തം അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ ഉത്തരവാദിത്തത്തെ ടാസ്കുകളാക്കി ഓരോ ജോലിയും അവരെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ നന്നായിട്ട് അത് നടക്കും. ഡെലിഗേറ്റ് ചെയ്യുന്നവരുടെ പ്രത്യേക കഴിവും കൂടി മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആൾക്ക് കറക്റ്റ് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ റിസ്ക് വലിയൊരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണല്ലോ, നമുക്കൊരാൾക്കെല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു ഡെലിഗേറ്റ്. അപ്പോൾ ഈ പ്രശ്നം വരും, ആളുകൾ ഏറ്റെടുക്കില്ല, റിസ്ക് ഏറ്റെടുക്കില്ല. പിന്നെ അവർക്കൊരു ബോധ്യം വരണം. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ മുകളിലുള്ള ആൾ തയ്യാറാകും എന്നുള്ളത്, ആ ഒരു ട്രസ്റ്റ് വേണം. പലപ്പോഴും നടക്കാറുള്ളത് എന്താണ്, എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈ ഒഴിയും. അത് പിന്നെ ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞിട്ട് അവർ ചെയ്തത് ശരിയായില്ല, നേരത്തെ പറഞ്ഞതാണ് അവരോട് ഇങ്ങനെ ചെയ്യണമെന്ന്, അവരതനുസരിച്ചില്ല, ഇങ്ങനെ പല പല കുറ്റാരോപണങ്ങളും നമ്മൾ നടത്തും. പക്ഷേ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും നന്നായിട്ട് നടന്ന ക്രെഡിറ്റ് അവർക്ക് കൊടുക്കുക. നേരെ തിരിച്ചാണ് ലീഡർഷിപ്പ് ബി അല്ലേ? ക്രെഡിറ്റ് വരുമ്പോൾ സബോർഡിനേറ്റ്സിന് കൊടുക്കുക, അതെ. അതേപോലെ തന്നെ നെഗറ്റീവ്സ് വരുമ്പോഴും നമ്മൾ തന്നെ ഏറ്റെടുക്കുക, നമ്മൾ ഏറ്റെടുക്കുക. ആ ഒരു ട്രസ്റ്റ് അവിടെ ബിൽഡപ്പ് ചെയ്താൽ, എനിക്കൊരു കുഴപ്പം വന്നു കഴിഞ്ഞാൽ there is somebody to support. പറഞ്ഞിരുന്നു ആ ഒരു പോയിന്റ്. അപ്പോൾ അത് അവിടെ പ്രശ്നമില്ലാതെ പോകും. മറ്റേത് അവർക്ക് റിസ്ക് വരുന്നതിൻ്റെ കാരണം എന്താ, ഞാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻ്റെ തലയിലാവും, ഇതൊക്കെയല്ലേ തലയിലാവുമെന്ന് അവർക്ക് എന്താ തോന്നുന്നത്, നമ്മൾ ആ ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്തിട്ടില്ല. എന്ത് കുഴപ്പം വന്നാലും ഐ ആം ഹിയർ. യെസ്. അപ്പോൾ മാഡം പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മൾ ഏത് കാര്യത്തിൻ്റെയാണോ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് അതിൻ്റെ ഫലം മനസ്സിലാക്കി നമ്മൾ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് കോൺഷ്യസ്ലി നമ്മളത് ഏറ്റെടുക്കണം, അല്ലേ? കറക്റ്റായിട്ട്. അല്ല, ഇത് രണ്ട് തരത്തിലാണ്. ഒന്ന് നമ്മൾ ഏറ്റെടുക്കല്, ഒരാൾ തരുമ്പോൾ ജോലി. മറ്റേത് നമ്മളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ ഉത്തരവാദിത്തം ഡെലിഗേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. രണ്ട് തരത്തിലാണ് ഈ ഉത്തരവാദിത്തം. ഇനിയിപ്പോൾ ഡെലിഗേഷനൊന്നുമല്ല, നമ്മളൊരു സ്ഥാനം ഏറ്റെടുക്കണം, ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഓപ്പർച്യൂണിറ്റീസിൻ്റെ കൂടെ ഉള്ളതാണ് റിസ്ക്. റിസ്ക് ഇല്ലാതെ ഓപ്പർച്യൂണിറ്റി ഇല്ല. അത് രണ്ടും കൂടി ഒരുമിച്ച് പോകുന്നതാണ്. നമ്മൾ ഈ പലപ്പോഴും ഫെയിലാകുമെന്നും പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യാത്തത് പോലെയാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും സക്സസും ഫെയിലിയറും അതിൻ്റെ പാർട്ടാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഈ റിസ്ക് ഉണ്ട്, പക്ഷേ തോറ്റുപോകും. നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ സ്റ്റുഡൻസ്, ചിലർ പരീക്ഷ എഴുതൂല. എന്താ കാര്യം പറയണത്, തോറ്റുപോകുമോ എന്നുള്ള ഭയം കൊണ്ട് പരീക്ഷ എഴുതൂല. അപ്പോൾ ഞാൻ തമാശയ്ക്ക് പറയും, എടോ തോറ്റുപോകുമെന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വിജയിക്കുന്നില്ല, അതാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ പരീക്ഷ എഴുതാതിരുന്നാൽ 100% നമ്മൾ തോൽവി ഉറപ്പാക്കി. എഴുതിയാൽ പോസിബിലിറ്റി ഉണ്ട്, ഐദർ സക്സസ് ഓർ ഫെയിലിയർ. അപ്പോൾ ജീവിതത്തിലും ഇതാണ്, നമ്മളൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു ചിന്തയാണ്. ഉത്തരവാദിത്തം ഉള്ളിടത്ത് റിസ്ക് ഉണ്ട്. ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവുമ്പോഴാണ്, ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ഉള്ളതിൽ നിന്നും നമ്മുടെ ലെവൽ മാറ്റുന്ന ഒന്നാണ്. ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ നമുക്ക് ആ അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു വൺ ടൈം അല്ലേ ഓഫർ എന്ന് പറയും. മാഡം പറഞ്ഞുകൊണ്ട് വരുന്നത് നോ പെയിൻസ് നോ ഗെയിൻസ്. അപ്പോൾ നമ്മളെ ഏൽപ്പിക്കുമ്പോഴും ഇത് ആലോചിക്കണം, മറ്റുള്ളവരെ ഏൽപ്പിക്കും. യെസ്, താങ്ക് യു. ഇനി അടുത്ത ചോദ്യം എല്ലാവരും എപ്പോഴും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്, എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഞാൻ ചോദിക്കുന്നതെന്നും കൂടി വിചാരിച്ചോളൂ. ഒരു സിസ്റ്റം ആവുമ്പോൾ അവിടെ പൊതുവെ നല്ല ആൾക്കാരും, മാഡം നേരത്തെ പറയുകയുണ്ടായി, നോർമൽ കർവ്, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോൾ അല്ലേ, നോർമലൈസേഷൻ കർവ് പോലെ മെജോറിറ്റിയും അതിൽ നല്ല ആൾക്കാരായിരിക്കും, വളരെ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരും കാണാം. ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ മാനേജ് ചെയ്യാനുള്ള ചില ടിപ്സ്, അതാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നൊരു ചോദ്യം. ഹൗ ടു മാനേജ് ഈ വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ, പക്ഷെ അവരാണ് പലപ്പോഴും എൻവയോൺമെൻറ്റിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അവരെ മാനേജ് ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. മാമിൻ്റെ എന്തൊക്കെയാണ് ടിപ്സ്? യു ഹാവ് ലോങ് എക്സ്പീരിയൻസ് ഇൻ മാനേജിങ് പീപ്പിൾ. ടോക്സിക് ആളുകൾ എല്ലായിടത്തും ഉണ്ടാവണമല്ലോ.
അവിടെയാണല്ലോ നമ്മുടെ ചലഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ നല്ല ആളുകൾ, നമുക്കൊരു പണിയില്ലല്ലോ പിന്നെ. നമ്മളൊരു സ്ഥാപനം മാനേജ് ചെയ്യുമ്പോൾ എല്ലാവരും നല്ല ആളുകൾ ഇതൊക്കെയാണെങ്കിൽ ലൈഫിനെ കളർഫുള്ളാക്കുന്നത് ഈ ചലഞ്ചസ് ആണ്. അപ്പോൾ കുറച്ച് പേര് ടോക്സിക് ആളുകളൊക്കെ ഉണ്ടാവും. ഈ ടോക്സിക് ആളുകളുടെ കാര്യത്തിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ടോക്സിക് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർ നമ്മളെ ചൂഷണം ചെയ്യും. അതാണ് അതിലെ ആദ്യത്തെ ഒരു കാര്യം. അവരവരുടെ ജോലിയൊന്നും ചെയ്യില്ല, ചിലപ്പോൾ അവർക്ക് വേണ്ടി വേറെ ആളുകൾ ചെയ്യേണ്ടതായിട്ട് വരും, പിന്നെ അവർ നമ്മളെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവർ ടോക്സിക്കായ ആളുകളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നോ, ഈ ചില റിലേഷൻഷിപ്പിൽ ചില ആളുകൾ, ടോക്സിക് ആളുകൾ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും പലപ്പോഴും. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ തന്നെ ചില ആളുകൾ നമ്മളോട് വന്നിട്ട് അയാൾ എന്നെ ഇങ്ങനെ പറ്റിച്ചു, അങ്ങനെ പറ്റിച്ചു, അയാൾ തമാശയ്ക്ക് മലയാളത്തിൽ പറഞ്ഞല്ലേ പാപി ചെല്ലുന്നിടം അതുപോലെയാണ്. അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ ടോക്സിക് ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ചില സ്വഭാവവിശേഷങ്ങൾ നമുക്കുണ്ടോ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ചില പെരുമാറ്റ രീതികൾ ടോക്സിക് ആളുകളെ അട്രാക്റ്റ് ചെയ്യും. എന്തൊക്കെയാണത്? അതായത് നമ്മൾ വളരെ പാസീവായിരിക്കുക, നമ്മൾ അഭിപ്രായം പറയാത്ത ഒരാൾ, എന്ത് കണ്ടാലും മിണ്ടാത്തൊരു പാവം എന്നൊക്കെ പറയില്ലേ. നമ്മളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ പാവമായി കഴിഞ്ഞാൽ ടോക്സിക് ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണത്. ഒരു പ്രശ്നമില്ല, സാറാകുമ്പോൾ ചിലപ്പോൾ നമ്മളെപ്പറ്റി നല്ല അഭിപ്രായം അവർ പറയും. അവർ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും, കുഴപ്പമില്ലാത്ത ഒരാളല്ലേ. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമാണ്. നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്ന ആളും തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയുന്ന ആളാണെങ്കിൽ ടോക്സിക് ആളുകൾ പതുക്കെ ഒഴിഞ്ഞു പോവും. ഇങ്ങനെയുള്ള ആളുകൾ നമ്മളെ സംസർഗത്തിൽ വരാതിരിക്കും. അപ്പോൾ ആദ്യമേ അതാണ് നോക്കേണ്ടത്, ഈ ടോക്സിക് ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഒരു പെരുമാറ്റം, അങ്ങനെയുള്ളൊരു പെരുമാറ്റം നമുക്കുണ്ടോ. അതിൽ പ്രധാനമാണ് ഈ പാസീവ് ബിഹേവിയർ. ഈ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഈ മേലധികാരികളെക്കുറിച്ച് ആളുകൾ പറയണത് വളരെ സന്തോഷപൂർവ്വം പറയും. അതിന് ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. ഞാനൊരിക്കൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കൂടി നടന്നു പോകുമ്പോൾ 2 സ്ത്രീകൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുക. അപ്പോൾ അതിൽ ഒരു സ്ത്രീ പറയുക, അവരുടെ ഓഫീസറിനെ കുറിച്ചാണ് സംസാരിക്കണത്. അയ്യോ പുതിയ ഓഫീസറെ, എന്ത് നല്ല മനുഷ്യനാണെന്നോ. അപ്പോൾ അതിൻ്റെ കാരണം പറയുന്നത് എന്താണെന്നോ, തലേ ദിവസം അവർ കുറച്ച് വൈകി വന്ന് അങ്ങനൊരു അക്ഷരം മിണ്ടിയില്ല. അത് പിന്നെ അപ്പം മറ്റേ ലേഡി, ശരിയാണ്, ഞാൻ അതിനു മുമ്പ് 1 മണിക്കൂർ കണ്ടും വൈകി, ഒരക്ഷരം അദ്ദേഹം പറയണമല്ലോ, എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ മുഴുവൻ ഇയാളോട് അട്രാക്റ്റഡ് ആകുന്നു, ഇയാളോട് സംസർഗത്തിന് അവർക്ക് പ്രശ്നമില്ല. അങ്ങനെ ഒരു വലിയൊരു പോയിന്റ് എനിക്ക് പറയാനുണ്ട്. നമ്മൾ അത് ആകർഷിക്കത്തക്ക രീതിയിൽ നമ്മൾ പെരുമാറുന്നുണ്ടോ. അസേർട്ടീവ്, അതിനാണ് അസേർട്ടീവ്നെസ് ട്രെയിനിങ് ഒക്കെ ഉണ്ട്. അസേർട്ടീവായിട്ട് അങ്ങനെ പെരുമാറും. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് പറയാനുള്ള കഴിവ്, അത് ഈ ടോക്സിക് ആളുകളെ വിത്തൗട്ട് ഹേർട്ടിങ് അത് വളരെ വളരെ അത്യാവശ്യമാണ്. ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ട്. ഞാൻ പ്രിൻസിപ്പലൊക്കെ ആയിരുന്നപ്പോൾ ചില അധ്യാപകർ വൈകി വരും. അതുപോലെ തന്നെ നമ്മളൊരു കൗൺസിൽ മീറ്റിംഗ് നടത്തുന്നു, ഇങ്ങനെ കുറച്ച് പേരുണ്ടാവുമല്ലോ, എന്തിനോട് നിഷേധാത്മകമായ സമീപനം, അതൊക്കെയല്ലേ ടോക്സിക് എന്ന് പറയുന്നത്. ജോലി മര്യാദക്ക് ചെയ്യില്ല, പിന്നെ നമ്മളെ പറ്റിക്കുന്ന ആളുകളുണ്ട്, അത് കുറച്ച് ഹയർ ലെവലിലുള്ള ടോക്സിക്കാണ്. അല്ലാതെയുള്ള ടോക്സിക് ഉണ്ട്, അതായത് ഒരു സ്ഥാപനത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണോ അങ്ങനെ ആകാതിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യലാണത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കെയർഫുള്ളാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, കുഴപ്പമുണ്ടെങ്കിൽ നമ്മളറിയും, നമ്മളത് ചൂണ്ടിക്കാണിക്കും എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ പകുതി പേരുടെ പ്രശ്നം അവിടെ വെച്ച് തീരും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പ്രിൻസിപ്പലായിരുന്നപ്പോഴേ ഫസ്റ്റ് കൗൺസിൽ അധ്യാപകരുടെ ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ 4-5 പേര് വന്നില്ല. ഞാൻ വന്നില്ല എന്ന് പറഞ്ഞാൽ, പലപ്പോഴും വന്നില്ലെങ്കിൽ നമ്മൾ 4-5 പേര് വന്നില്ല കുഴപ്പമില്ലല്ലോ, പക്ഷേ ഈ 4-5 പേരെ വരാതിരിക്കും എവിടെയും, അതിങ്ങനെ പതുക്കെ കൂടി വരും. അതാണ് വേറൊരു പ്രശ്നം. നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം അത് 10 ആവും, 15 ആവും. അപ്പോൾ മുളയിലെ നുള്ളിക്കളയുക. ടോക്സിക്കായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഏത് തരത്തിലാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും ചിന്തിക്കണം. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരു കുറിപ്പ് കൊടുത്തു, മെമ്മോ അല്ല കേട്ടോ. നമ്മുടെ വേറൊരു പ്രശ്നമാണ്, നമ്മൾ മെമ്മോ കൊടുക്കും. മെമ്മോയിൽ യാതൊരു അർത്ഥമില്ല. മെമ്മോ എന്ന് പറഞ്ഞാൽ അയാളുടെ എക്സ്പ്ലനേഷൻ ഇങ്ങോട്ട് വന്ന് 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയിട്ട് നമ്മൾ ഫയൽ ക്ലോസ് ചെയ്യും. ഇതങ്ങനെയല്ല, നോട്ട് കൊടുക്കും. അത് ശരിക്കും ഡെസ്പാച്ചിലൊക്കെ വെച്ച് ഓരോരുത്തർക്കും കൊടുത്തു. അപ്പോൾ അതിലിതാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ കഴിഞ്ഞ തവണ മീറ്റിങ്ങിന് വന്നില്ല, ഞാനത് നോട്ട് ചെയ്തു, അപ്പോൾ അടുത്ത തവണ തുടങ്ങി മീറ്റിങ്ങിന് കൃത്യമായിട്ട് വരണം. നമ്മളൊന്നും പറയുന്നില്ല, അവർക്ക് ഇങ്ങോട്ട് പറയാനുള്ള ചാൻസും കൊടുക്കുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് വരാതിരുന്നതെന്നില്ല, പക്ഷേ നമ്മളത് നോട്ട് ചെയ്തു,
യു ഹാവ് ടു ബിഹേവ് പ്രോപ്പർലി എന്നുള്ളൊരു മെസ്സേജ് അതിലൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും നന്നായി. അടുത്ത തവണ എല്ലാവരും വന്നു. കാരണം അത് വലിയൊരു പോയിൻ്റാണ്. ഇവർ ടോക്സിക് ആകുന്നത് നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോക്സിക് ആകാൻ ഞാൻ സമ്മതിക്കില്ല, അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, യു ഹാവ് ടു കറക്റ്റ് ഇറ്റ് എന്നുള്ളത് നമ്മൾ ധൈര്യപൂർവ്വം. അസേർട്ടീവ്നെസ്സിൽ അങ്ങനെ കുറേ ടെക്നിക്ക് ഉണ്ട് കേട്ടോ. ബീയിങ് അസേർട്ടീവ് മീൻസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, ആ പരസ്പര ബഹുമാനത്തോടു കൂടി തന്നെ. പക്ഷേ ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മാഡത്തിൻ്റെ ഈ വിദ്യ സക്സസ്ഫുൾ ആയോ? വളരെ സക്സസ്ഫുള്ളായി. നമ്മൾ മെമ്മോ ഇല്ല, ആർക്കും എതിർപ്പൊന്നുമില്ല. ഞാനിങ്ങനെ നോട്ട് ചെയ്തു, നിങ്ങൾ വന്നില്ല, അത് ശരിയായില്ല, അടുത്ത തവണ കൃത്യമായിട്ട് വരണം. മെമ്മോയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു എനിമിറ്റി അവിടെ വന്ന് പിന്നെ അയാൾ മറുപടി എക്സ്പ്ലനേഷൻ തരും, അപ്പം നമ്മൾ തിരിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കും, എന്നിട്ട് അവസാനം ഒന്നുമില്ലാതെ ക്ലോസ് ചെയ്യും ഫയൽ. അതാണ്. പക്ഷേ ഇത് വളരെ വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തോ ഒന്നും ഇങ്ങോട്ട് പറയാനുള്ള അവസരമില്ല. അത് നല്ലൊരു ടിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. പിന്നെ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നൊരു സംഭവമാണ് ഈ പറഞ്ഞ മാതിരി അസൂയാലുക്കളുടെ ആക്രമണം. ഹൗ യു ക്യാൻ, വാട്ട് ആർ യുവർ ടിപ്സ് ഫോർ ഹാൻഡ്ലിങ് സച്ച് പീപ്പിൾ? ഒന്നാമത്തേത് അസൂയ വരുമ്പോൾ നമ്മൾ എന്താ ഓർക്കേണ്ടത്? നമ്മൾ അവരിൽ നിന്ന് മികച്ചു നിൽക്കുമ്പോഴാണ് അസൂയ തോന്നുന്നത് മറ്റുള്ളവർക്ക്. അപ്പോൾ ഈ അസൂയ എന്നുള്ളത് ശരിക്കും ഒരു അഭിനന്ദനം പോലെയാണ്. നമ്മൾ അവരൊരു ഹയർ ലെവലിൽ കാണുന്നു. പിന്നെ അസൂയ, ബൈബിളിലെ ആദ്യത്തെ കൊലപാതകം നടന്നത് അസൂയ കൊണ്ടാണ്. ആബേലും കായേനും സഹോദരരായിരുന്നു. ആബേൽ നല്ല പാവം, പാവം എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ള സദ്ഗുണൻ. മറ്റേയാൾ ദുർഗുണനായതുകൊണ്ട് എല്ലാവരും ആബേലിനെ നല്ല കുട്ടിയായിട്ട് കാണുകയും ഇയാൾക്ക് അസൂയ വന്നിട്ട് കൊന്നുകളയും. അപ്പോൾ ആദ്യത്തെ കൊലപാതകം പോലെ അസൂയയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു മാനസികാവസ്ഥയാണ് അസൂയ. എന്ത് ചെയ്യാലോ അസൂയ കൊണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അസൂയ ഒരു ഹയർ ലെവലിലേക്ക് വന്ന് നമ്മളെ കൊച്ചാക്കാനുള്ള ശ്രമം അവർ നടത്തും. ഇങ്ങനെ പലതും അവർ ചെയ്യും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ എക്സ്ട്രീം എൻഡാണ്. ഇങ്ങനെയൊന്നും സംഭവിക്കാറില്ല. നമ്മുടെ അസൂയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സൗകര്യം കിട്ടുമ്പോൾ നമ്മളെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കും, അല്ലേ? നമ്മുടെ നേട്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ മൈൻഡ് ചെയ്യില്ല. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ അസൂയക്കാരെ മനസ്സിലാക്കുന്നത്. ഒരുപാട് അസൂയക്കാർ ചുറ്റുമുണ്ട്. അപ്പോൾ നമുക്ക് അവരോടൊരു വിരോധത്തിൻ്റെ ആവശ്യമില്ല. ഈ അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യർക്ക് ഉണ്ടാവും, അവരെക്കായാലും മികച്ചു നിൽക്കുന്ന ആളുകളോട് ഉണ്ടാവും. അപ്പം നമ്മൾ അതിനൊന്നും ചെയ്യാനില്ല ശരിക്കും. അസൂയ കുശുമ്പൊക്കെ വന്നാൽ സാറെന്തായിരിക്കും ഉദ്ദേശിച്ചത്? അസൂയ കുശുമ്പ് കൊണ്ട് അവരെന്തെങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണോ? ജനറലി ഹൗ ടു ഹാൻഡിൽ സച്ച് പീപ്പിൾ. അതിപ്പോൾ ഒരാളുടെ മാത്രമല്ലല്ലോ, മൊത്തത്തിൽ സമൂഹത്തിൽ എല്ലാ രംഗത്തുള്ള ഒരു പ്രശ്നമാണുള്ളത്. അതായത് വെൻ സംബഡി ഗ്രോസ് പീപ്പിൾ ബിക്കം ജെലസ് ആൻഡ് ഡു സംതിങ് എന്നുള്ളതാണ്. നമ്മളെ ഈ ബാക്കിയുള്ളവര് വാട്ട് ഈസ് ദ വേ ടു ഹാൻഡിൽ ദം? എല്ലാ രംഗങ്ങളിലും ഉണ്ടല്ലോ അത്. അപ്പം ഞാൻ കണ്ടേക്കണ ഒരു മാർഗം എന്താണെന്നോ, നമ്മളോട് അസൂയ തോന്നുന്നു ഇഗ്നോർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാ, ഈ നമ്മളെ അസൂയ വരുന്ന ആളുകൾ പിടിച്ചു വലിച്ച് താഴേക്കിടാനൊക്കെ നോക്കും. അതൊക്കെ ചെയ്യുമല്ലോ അവർ. പക്ഷേ എന്നോട് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് കേട്ടോ, മധു ഭാസ്കരൻ. പുള്ളി വലിയ ട്രെയിനറാണ്, കണ്ടിട്ടില്ല? എൻ്റെ ക്ലാസ്സിലിരുന്ന് മാത്സ് പഠിച്ച ആളാണ്. ഞങ്ങൾ വലിയ ഇപ്പം നല്ല റിലേഷൻഷിപ്പാണ്. അപ്പം മധു എന്നോട് പറഞ്ഞിട്ടുണ്ട്, ടീച്ചറെ ഈ ഭ്രമണപഥത്തിൻ്റെ ഉള്ളിൽ നിന്നാലേ ആരെങ്കിലും വലിച്ച് താഴേക്കിടൂ, പുറത്തേക്ക് പോകണം. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ആർക്കും നമ്മളെ ടച്ച് ചെയ്യാൻ പറ്റില്ല. അതൊരു വാശിയാണ്. ഇങ്ങനെ അസൂയ വരുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കണോണ്ടാണ് അവരെന്നെ പിടിച്ച് വലിക്കുന്നത്. എനിക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിവുള്ള ആളാണ്. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ എടുക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നോബഡി ക്യാൻ ടച്ച് അസ്. ആ രീതിയിൽ നമുക്ക് അസൂയയെ കണ്ട ഒരു പോസിറ്റീവായിട്ട് നല്ലതാണ്. ഈ അസൂയായിട്ട് കാര്യങ്ങൾ പറയണ കേൾക്കാൻ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. നമ്മളെ ഓരോ അസൂയ കൊണ്ട് ഓരോന്നൊക്കെ പറയൂലേ, അപ്പം നമുക്ക് മനസ്സിലാവും അത് ഇതാണ് പ്രശ്നം, അസൂയാണെന്ന് വളരെ ക്ലിയർ ആവും, മനസ്സിലാവുകയും ചെയ്യും. അപ്പം നമുക്ക് എൻജോയ് ചെയ്യാം. ഞാൻ അവരെക്കാളും മികച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഒന്നില്ലെങ്കിൽ അപ്പുറത്തേക്ക് പോവാം. അപ്പം പിന്നെ ആരും നമുക്ക് യേശുദാസിനോട് അസൂയ തോന്നുന്നു, മമ്മൂട്ടിയോട് അസൂയ തോന്നുന്നു? ഇല്ലല്ല. കാരണം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അസൂയ തോന്നുന്നത്. അപ്പം കുറച്ചുകൂടി എലിവേറ്റഡ് ആകുക. പിന്നെ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രോത്തിനെ അത് ബാധിക്കുക. അത്
അത് മനുഷ്യ സഹജമാണ്, നല്ലതാണത്. നമ്മൾ അവരെ കയ്യിൽ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്.